ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുവത്സരത്തിൻ്റെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദൈവ മാതൃത്വ തിരുനാളിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ആട്ടിടയന്മാർ മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കാണുന്ന രംഗമാണ് സുവിശേഷം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം പ്രത്യാശയുടെ മൂർത്തിഭാവമായ ഒരു സുവിശേഷ ഭാഗമാണ്. ഇന്നത്തെ സുവിശേഷത്തെ കൊണ്ടും ഇന്നത്തെ തിരുനാളിനെ കൊണ്ടും പ്രതീക്ഷയാണ് നമുക്ക് മുമ്പിലേക്ക് ദൈവം വച്ച് നീട്ടുന്നത്. ഓരോ പുതുവത്സരങ്ങളും പുതിയ ഒരു പ്രതീക്ഷ മനുഷ്യ സമൂഹത്തിനാകെ നൽകുമ്പോൾ ആ പ്രതീക്ഷയുടെ മൂർത്തിഭാവം ചെന്നെത്തുന്നത് ക്രിസ്തുവിലേക്കാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും തിരക്കുന്നത് ഒരു രക്ഷകനെയാണ്. ആദി മാതാപിതാക്കന്മാരെ പാപം ചെയ്ത് പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ട് അവർ പാപത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ അവരുടെ രക്ഷയ്ക്കെത്തിയത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെയാണ് ആട്ടിടയന്മാർ പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ ശിശുവിൽ കണ്ടെത്തുന്നത്. അവിടെ അവരുടെ ജീവിതത്തിന് സന്തോഷമുണ്ടായിരിക്കണം. സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് കാണിച്ചു തരുന്ന അവരുടെ സന്തോഷം നിറഞ്ഞ ചില പ്രവൃത്തികൾ അവർ ദൈവത്തെ സ്തുതിച്ചു എന്നാണ് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. യേശു വന്ന പ്രതീക്ഷ അവരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുകയാണ്. അതെ, ക്രിസ്തുവിന് മുൻപിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന നക്ഷത്രം പോലും ആ പ്രതീക്ഷയാണ് നൽകുന്നത്. ക്രിസ്തു ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഈ പുതിയ വർഷം നമുക്ക് മുമ്പിലേക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ ഇന്നത്തെ സുവിശേഷം തന്നെയാണ്. ബെനഡിക്റ്റ് 16 പാപ്പാപ്പ ഒരിക്കൽ യുവജനങ്ങളുടെ സംഗമത്തിൽ യുവജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ക്രിസ്തുവാണ്. അതെ, ഈ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ മനുഷ്യരുടെയും പ്രത്യാശയുടെ ഉത്തരം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നമുക്ക് ആ പ്രത്യാശ കാണാൻ പറ്റും. ഈ ക്രിസ്തു എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കുക? വളരെ മനോഹരമായ ഒരു സുവിശേഷ രംഗമുണ്ട്, ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ക്രിസ്തു എങ്ങനെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹമാക്കും എന്നതിൻ്റെ ഒരു ഉത്തരമാണത്. രക്തസ്രാവക്കാരിയായ സ്ത്രീയെ യേശുനാഥൻ അനുഗ്രഹിക്കുന്ന രംഗം. ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന ചിന്തയുമായി അവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവളെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുന്നു, അവൾ സൗഖ്യം പ്രാപിക്കുന്നു. ഒന്ന് ഓർക്കണം, അതുവരെയും ക്രിസ്തു സുവിശേഷത്തിൽ ഇങ്ങനൊരു അത്ഭുതം പ്രവർത്തിച്ചിട്ടേയില്ല. അവൾക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കണം. ഇതാണ് രക്ഷകനായ ക്രിസ്തു. ഒരിക്കലും പ്രവർത്തിക്കാത്ത മാർഗങ്ങളിലൂടെ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹവും രക്ഷയും പ്രത്യാശയും ക്രിസ്തുനാഥൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. പക്ഷേ ഇന്നത്തെ തിരുനാൾ മറിയം രക്ഷകനെ പേറി ഈ ലോകത്തിന് രക്ഷ സമ്മാനിച്ച മറിയത്തിൻ്റെ ഈ തിരുനാൾ നമ്മളും മറിയത്തെ പോലെ യേശുവിനെ പോലെ ആയിത്തീരണമെന്നാണ് പഠിപ്പിക്കുന്നത്. രക്ഷകയെ തിരഞ്ഞ് നടക്കുന്ന മനുഷ്യർ മാത്രമാകാതെ മറ്റുള്ള മനുഷ്യർക്ക് രക്ഷ നൽകുന്ന, രക്ഷ പ്രദാനം ചെയ്യുന്ന മനുഷ്യർ കൂടെ ആകണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതെ, എനിക്ക് രക്ഷ നൽകാൻ ക്രിസ്തുവുണ്ട്, എനിക്ക് പ്രത്യാശ ക്രിസ്തുണ്ട്. പക്ഷെ ഞാനും പ്രത്യാശ നൽകുന്ന മനുഷ്യരായി മാറണം. ആ ഒരു ഓർമ്മ കൂടെ ഇന്നത്തെ തിരുനാൾ നമുക്ക് മുമ്പിലേക്ക് നൽകുകയാണ്. 2018 ഫെബ്രുവരി 14 അമേരിക്കയിലെ മെജോറി സ്റ്റോൺമാൻ ഡഗ്ലസ് ഹൈസ്കൂളിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്രതീക്ഷമായി അവിടെ മുമ്പ് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി തോക്കുമായി സ്കൂളിലേക്ക് കയറി വരികയും വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ സ്കൂളിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി നിക്കോളസ് ക്രൂസ് ആണ് വെടിവെക്കാനായി എത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ആൻ്റണി ബോർജസ് എന്ന വിദ്യാർത്ഥി അവൻ അപ്പോൾ ഓർമ്മിക്കുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ ചെയ്തത് ഈ ഡോറ് മുറുകെ പൂട്ടി എൻ്റെ സഹപാഠികളെ ഞാൻ രക്ഷിക്കുമെന്നാണ്. അവന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അവൻ ആ ഡോറ് മുറുകെ അടച്ച് അതിന് കുറുകെ നിന്ന് തൻ്റെ കൂട്ടുകാരെ രക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഈ തോക്കുമായി വന്ന വിദ്യാർത്ഥി തുരുതുര വെടി വയ്ക്കുമ്പോൾ അതെല്ലാം അവൻ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു രക്ഷകനെയാണ്. അവൻ മറ്റൊരു രക്ഷകനെ തിരക്കി പോവുകയല്ല, അവൻ തന്നെ രക്ഷകനായ ക്രിസ്തുവിനെ തന്നിലേക്ക് പ്രതിഫലിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവൻ ചെയ്തതുകൊണ്ട് അനേകം വിദ്യാർത്ഥികൾക്ക് അവൻ രക്ഷകനായി മാറി. ഇന്നത്തെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. ക്രിസ്തു സഹനങ്ങളെല്ലാം ഏറ്റെടുത്ത് ലോകത്തിന് രക്ഷകനായതുപോലെ ജീവിതത്തിലെ ചില സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ മനുഷ്യരാശിക്ക് എനിക്ക് എങ്ങനെ രക്ഷകനായി തീരാം എന്നുകൂടെ ഇന്നത്തെ ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറിയം രക്ഷകൻ്റെ അമ്മയായി മാറിയതുപോലെ, ക്രിസ്തു രക്ഷകനായത് മാറിയതുപോലെ എനിക്കും ഈ ദിനം ഒരു വിലയുടേതാണ്. ഈ ലോകത്തിന് എന്നാൽ കഴിയുന്ന വിധം രക്ഷകനായി തീരണം. നമുക്കറിയാം, ഇന്നത്തെ ദിവസം നമുക്ക് നന്മ ചെയ്ത മനുഷ്യർക്ക് ഒത്തിരിയധികം നന്ദി അർപ്പിക്കുന്നവരാണ്.
ഈ വർഷാവസാനം നമ്മെ ഓർത്ത് നന്ദി അർപ്പിക്കാൻ ഒത്തിരി അനേകം പേരുണ്ടാകണം എന്ന് ഈ തിരുനാൾ ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ആമീൻ.